കർഷകന്റെ കടയുടെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും വിനീതമായ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാനിന്ന് പുതിയൊരു സംരംഭത്തെയാണ് നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുന്നത്. അത് 18ഓളം വനിതകളുടെ ഒരു വിജയഗാഥയാണ് നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുന്നത്. അത് കൊല്ലം മേടയിൽ ബ്ലോക്ക് പടിയിൽ സ്ഥിതി ചെയ്യുന്ന ഹരിതശ്രീ എന്ന സ്വയം സഹായ സംഘമാണ്. സൊസൈറ്റി ആക്ട് പ്രകാരമാണ് ഈ ഒരു സംവിധാനം ഇവിടെ രൂപീകരിച്ചിട്ടുള്ളത്. കൊല്ലം കൃഷിഭവന്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും കൃത്യമായ ട്രെയിനിങ്ങോടുകൂടി പ്രവർത്തിച്ച് നിൽക്കുന്ന ഒരു വലിയൊരു സംരംഭമാണ്. അത് കൃഷിയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും സാധാരണക്കാരിലേക്ക് എത്തിക്കാനും ആ ബ്ലോക്കിലെല്ലാം എത്തിക്കാനും ഉള്ള വലിയ പ്രതിജ്ഞയെടുത്ത് പ്രവർത്തിക്കുന്ന സ്വയം തൊഴിൽ പദ്ധതി കൂടിയാണ് ഈ ഒരു സംരംഭം നമുക്ക് കാണാം. വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങള് 2015 18 ലേഡീസ് ചേർന്ന് രൂപീകരിച്ചതാണ് ഈ നഴ്സറി. അതായത് എല്ലാ ബ്ലോക്കിലും ഒരു പച്ചക്കറി അവർക്ക് ബ്ലോക്കിലെ കൃഷിഭവന് യഥാസമയം പച്ചക്കറി ലഭ്യമാക്കാൻ വേണ്ടി ഗവൺമെന്റ് ഒരു സംരംഭമാണ് ഈ ബ്ലോക്ക് ലെവൽ നഴ്സറി. ഞങ്ങൾ 15 ആരംഭിച്ചത്. ഞങ്ങൾ ഏകദേശം 18 വനിതകളാണുള്ളത്. അപ്പൊ പിന്നെ എന്റെ പേര് രാജശ്രീ. ഇത് എന്റെ വീടാ. അതുകൊണ്ട് വീടായതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലും നോക്കാനും ശ്രദ്ധിക്കാനും പറ്റും. രാജശ്രീ എം. പിന്നെ ഞങ്ങളുടെ പ്രസിഡന്റ് പത്മവിലാസം. വീട്ടുപേര് പത്മവിലാസം. ഹരിതലക്ഷ്മി ബ്ലോക്ക് ലെവൽ നഴ്സറി മേടയിൽ മുക്ക്. മേടയിൽ മുക്ക്. ഞങ്ങളുടെ പ്രസിഡന്റ് മുളങ്കാട് സ്കൂളിലെ ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപികയാണ്. ഞങ്ങളുടെ ട്രഷറർ മുളങ്കാടത്തിലെ LP-യിലെ HM ആണ്. പിന്നെ ഇവരൊക്കെ ഞങ്ങളുടെ മെമ്പേഴ്സ് ആണ്. അപ്പൊ ആദ്യകാലങ്ങളിൽ ഞങ്ങള് ശാസ്ത്രീയമായ കൃഷി അറിവുകൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. കൃഷിഭവൻ നിരന്തരം നടത്തുന്ന പരിശീലന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് ഞങ്ങള് ഇതിനൊക്കെയുള്ള അറിവുകൾ നേടിയത്. ആദ്യകാലത്ത് ഞങ്ങൾക്ക് 35,000 തൈയുടെ ഓർഡറാണ് കിട്ടിയത്. പിന്നെ നമ്മുടെ തൈയുടെ ഗുണമേന്മ കൊണ്ട് നമുക്ക് വരും വർഷങ്ങളിൽ ഓർഡറുകളെല്ലാം ഇരട്ടിക്കുകയായിരുന്നു. കോവിഡ് ഞങ്ങൾക്ക് ഒരു അനുകൂല ഘടകമായി മാറി. കോവിഡ് കാലത്താണ് ഞങ്ങൾക്ക് കൂടുതലായിട്ട് പച്ചക്കറി തൈകളുടെ ആവശ്യക്കാരേറി. അതുമൂലം ഞങ്ങൾക്ക് ഒരുപാട് ഡിമാൻഡ് ആ സമയത്തുണ്ടായി. പിന്നെ ഇങ്ങോട്ട് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. ഞങ്ങൾക്ക് നല്ല ഓർഡർ ഉണ്ട്. അത് കൂടാതെ ഞങ്ങള് പിന്നെ ട്രൈക്കോഡർമ എൻട്രി ചെയ്ത് കൊടുക്കും. പിന്നെ പഞ്ചഗവ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. പിന്നെ ഞങ്ങള് 21 ചേനയിൽ നിന്നുള്ള ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമായ ചേന അടയെക്കുറിച്ച് ആലോചിച്ച് അങ്ങനെ ഞങ്ങള് CTCRയിൽ പോയി അതിന് വേണ്ട സഹായങ്ങൾ തന്നിട്ടാണ് ഞങ്ങള് ചേനയുടെ പാക്കറ്റ്. സൊസൈറ്റിയാണോ? സൊസൈറ്റി ആക്ട് അനുസരിച്ച് ശരിക്കും ഒരു കുടുംബശ്രീ പോലൊരു ഗ്രൂപ്പാണ്. പിന്നെ 2 വാർഡുകളിലായിട്ടുള്ള മെമ്പേഴ്സിനെ എന്തോ ഇത് 70 രൂപ. 10 പേർക്കുള്ള പായസം ഉണ്ടാക്കാം. 10 പേർക്കുള്ള പായസം ഉണ്ടാക്കാം. നിങ്ങൾ എത്ര മെമ്പേഴ്സ് ഉണ്ട്? ഞങ്ങൾ 18 പേര്. 18 പേര്. അതില് പ്രോസസിങ് പറയുന്നതിന് വിഷമമൊന്നുമില്ല. ഇത് എന്നാ തുടങ്ങിയത്? 2015. അപ്പൊ ഇവരൊക്കെ ഇയാള് മാനേജര്, ഞങ്ങളുടെ സീനിയർ ആയിട്ടുള്ള മെമ്പറാണ് നിൽക്കുന്നത്. 2 പേര്. ബാക്കിയുള്ള എല്ലാരും കൂടെ വന്നില്ല ഇന്ന് രാവിലെ. എല്ലാവർക്കും മെയിൻ ആയിട്ട് നമുക്ക് എന്തൊക്കെ പ്രോഡക്റ്റുകളാ ഉള്ളത്? പ്രധാനമായിട്ട് നമുക്ക് പച്ചക്കറി തൈകൾ തന്നെയാണ്. പച്ചക്കറി തൈകള്. പിന്നെ ട്രൈക്കോഡർമ എൻട്രി ചെയ്ത വളം കൊടുക്കും. പിന്നെ പഞ്ചഗവ്യം ഉണ്ടാക്കി കൊടുക്കും. വെച്ചൂർ പശുവുണ്ട്. വെച്ചൂർ പശുവുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് പശുവുണ്ടോ? ഇവിടെ ഇതെന്റെ വീടാണ്. ഒരു വീടാണ്.
ഓക്കെ. അപ്പൊ പിന്നെ ഞങ്ങള് ലേഡീസ് മാത്രമേ ഉള്ളു. കണക്കുകളൊക്കെ അന്നുള്ള വരവ് ചെലവ് കണക്കുകളൊക്കെ. അപ്പൊ ഈ പഞ്ചഗവ്യം അല്ലാതെ നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള മരുന്നുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്? ഞങ്ങള് കൃഷിയിലോ? കൃഷിയില്ലാതെ ഈ കൃഷിക്ക് വേണ്ടി അല്ല, പഞ്ചഗവ്യം ട്രൈക്കോഡർമ എൻട്രി ചെയ്തത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഓൺ ചെയ്യുന്നുണ്ട്. ജൈവ അന്നില്ല BPKPയുടെ ഇതായിട്ട് ഒരു കഷായം. പക്ഷെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് മെയിനായിട്ട് ചേന വെച്ചുള്ള പായസ കിറ്റ് അല്ല, പ്രഥമന്റെ അട മാത്രം. ഇത് നമ്മളെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കുന്നത്. ചേന പുഴുങ്ങി ഗോതമ്പ് ചേർത്ത് ചപ്പാത്തി പോലെ പരത്തി ഡ്രയറിൽ വെച്ച് ഉണക്കി ഓടിച്ച് അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിന്റെ നമ്മൾ ആവശ്യമായ എല്ലാ ലൈസൻസുകളും എടുത്തിട്ടുണ്ട്. ഫുഡ് സേഫ്റ്റി, പിന്നെ ലീഗൽ മെട്രോളജി, പിന്നെ ബാക്കി ആവശ്യമായ നമ്മളൊരു ബിസിനസ് തുടങ്ങേണ്ടതിന് ആവശ്യമായ എല്ലാ ലൈസൻസും എടുത്തിട്ടാണ് ഇത്. CTCRL നമ്മളൊരു 29,500 അടച്ചിട്ടാണ് ഇതിന്റെ. അത് യഥാർത്ഥത്തിൽ ടെക്നോളജി എന്നല്ല, ഞങ്ങൾ ഐഡിയ പറഞ്ഞു കൊടുത്തു. ചേനയിൽ നിന്നുള്ള ഒരു അട ഉണ്ടാക്കണം എന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. ഞങ്ങൾക്ക് അറിയത്തില്ല എങ്ങനെ ഉണ്ടാക്കേണ്ടത്. അപ്പൊ അവരാണ് പറഞ്ഞു തന്നത്. പിന്നെ നമ്മൾ ഇതിൽ യാതൊരു വിധമായ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുന്നില്ല. അതായത് 9895462314. പേരെന്ന് പറയാം. പേര് രാജശ്രീ. മാഡത്തിന്റെ പേര്? ശോഭന. ഗിരിജ. എന്റെ പേര് ബിന്ദു. നമുക്ക് ഇതുകൊണ്ട് ലാഭമുണ്ടോ? ലാഭമേ ഉള്ളൂ. അതെ, ഈ പറഞ്ഞല്ലേ, ഇതില് വേറെ കണക്കിലൊന്നും തിരിമറി നടത്താതെ സത്യസന്ധമായിട്ട് പോകുന്നതുകൊണ്ട് അതിൽ ലാഭമുണ്ട്. പിന്നെ ഞങ്ങള് ചെറുതായിട്ട് ഡെഡിക്കേഷൻ ആണ്. ഇവിടെ വരുന്ന ഇവർക്ക് ജോലി ചെയ്യാൻ വരണമെന്നൊരു സന്തോഷമുണ്ട്. ഒരു കൂട്ടായ്മ. പിന്നെ സാധാരണ കൂട്ടായ്മയിൽ എപ്പോഴും ഒരു അടിയും വഴക്കും ഒക്കെ ഉണ്ട്. ഇത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഒരു പക്ഷേ ന്യായം ആയതുകൊണ്ട്, ന്യായത്തിന്റെ ഭാഗത്ത് എല്ലാരും പോകുന്നോണ്ടായിരിക്കാം അടിയും വഴക്കും ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഉദ്ദേശശുദ്ധി നല്ലതാണ്, അതുകൊണ്ട് അതായിരിക്കാം. പിന്നെ ഞങ്ങൾ ഒരു തായ്ലൻഡ് യാത്ര നടത്തിയിട്ടുണ്ട്. ഞങ്ങള് ഇവരൊക്കെ പാസ്പോർട്ട് ഒന്നും ഇല്ലാത്തവരായിരുന്നു. എല്ലാരും കൊണ്ട് എടുപ്പിച്ച് ഇതുപോലെ ഫ്ലൈറ്റിൽ കയറുക എന്നുള്ള ഒരു ലക്ഷ്യമുള്ളായിരുന്നു. അല്ലാതെ തായ്ലൻഡ് കാണാമെന്നൊന്നും അല്ല. പിന്നെ ചെലവ് കുറഞ്ഞ രാജ്യമായതുകൊണ്ട് തായ്ലൻഡിൽ പോയി. അപ്പൊ ഏറെ കാലം ഈ ബിസിനസ് വളരെ വിപുലമായി വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇങ്ങനെ ഒരു വീഡിയോ നൽകിയതിൽ സന്തോഷം.